Hello students, welcome to this channel. So today we are going to start a new module. That's the topic of module 5, series representation of functions. അപ്പോൾ module 4, module 3, module 4ൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് module 5 ആണ്, സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫങ്ഷൻസ്. ഇതിൽ നമുക്ക് വരുന്നത് ടൈലർ സീരീസ്, മെക്ലോറിൻ സീരീസ്, ബൈനോമിയൽ സീരീസ് ഒക്കെ വരുന്നുണ്ട്. അതുകൂടാതെ ഫൊറിയർ സീരീസും വരുന്നുണ്ട്. സോ ഈ ടൈലർ സീരീസിൻ്റെ ബേസിസിൽ നമുക്ക് ഇന്ന് ടൈലർ സീരീസിൻ്റെ ഫോർമുല എന്താണ്, അതിൻ്റെ ബേസിസിൽ കുറച്ച് പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടൈലർ സീരീസിൻ്റെ ഫോർമുല, വാട്ട് ഈസ് എ ടൈലർ സീരീസ്? അപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്നതിൽ ഡെറിവേറ്റീവ്സ് എല്ലാം കൂടെ നമ്മൾ എടുക്കണം. അതായത് എഫ് ഡാഷ്, എഫ് ഡബിൾ ഡാഷ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് എക്സെട്ര. ഈ സീരീസ് എന്ന് പറയുമ്പോൾ ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ദാറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് സീരീസ്. അതേസമയം ഇഫ് ദ സീരീസ്, അതായത് ഇപ്പോൾ ഒരു ഫങ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്, അതായത് 1 പ്ലസ് എക്സ് പ്ലസ് ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞ് എക്സ് സ്ക്വയർ എക്സെട്ര പ്ലസ് എക്സ് റൈസ് ടു എൻ ആണ് വരുന്നതെങ്കിൽ ദിസ് ഇസ് കോൾഡ് എ ഫൈനൈറ്റ് പോളിനോമിയൽ. ഇതൊരു പോളിനോമിയലാണ്. അതേസമയം ഇതിൻ്റെ കൂടെ പ്ലസ് എക്സെട്ര എന്ന് കൂടി വരുവാണെങ്കിൽ ദെൻ ദിസ് ഇസ് എ സീരീസ്. അതാണ് ടൈലർ സീരീസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടൈലർ സീരീസ് എന്ന് പറയുമ്പോൾ ആ ഫോർമുല നമുക്ക് വേണ്ടത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഫങ്ഷൻ. ഇപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷനാണ്, ഇതാണ് ഈ സമ്മേഷൻ കെ വേരീസ് ഫ്രം 0 to infinity f kth derivative of x naught at the point x naught by k factorial into x minus x naught the whole raised to k. അതായത് നമ്മൾ സാധാരണ പ്രോബ്ലത്തിന് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാറുള്ളത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അതായത് എഫ് കേത്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് നോട്ട് ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ റൈസ് ടു കെ പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി is called the Taylor series of the function f of x at the point x naught. So now we shall do a problem based on this formula. Find the Taylor series for 1 by x about x equal to 1. അതായത് എക്സ് നോട്ട് എന്ന ഒരു പോയിന്റിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. Given x naught is equal to 1. So let us take first f of x equal to 1 by x. 1 by x ആകുമ്പോൾ f of x naught, what is f of x naught? That is equal to f of 1 which is equal to 1 തന്നെയാണ്. 1 by 1 എന്ന് പറയുമ്പോൾ ആൻസർ 1. f dash of x naught equal to minus 1 by x square. അതായത് f of xൻ്റെ ഡെറിവേറ്റീവ്, f of x എന്താണ്? 1 by x can be written as x raised to minus 1. So now f dash of x is equal to, നമുക്കറിയാം ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്, അതായത് nth ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ, if suppose f of x equal to x raised to n, then f dash of x equal to n into x raised to n minus 1. So ഇത് നമുക്ക് അറിയാവുന്നുള്ള ഒരു ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ f dash of x എന്താണ്? what is f dash of x? you can write f dash of x equal to minus 1 into x raised to n minus 1. അപ്പോൾ minus 1 minus 1 that is equal to minus 1 into x raised to minus 2 which is equal to minus 1 by x square. So ഇനി ഇതിലോട്ട് 1 എന്ന പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ f of 1 equal to minus 1. Now the second derivative ആകുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന നൊട്ടേഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ വരുന്ന നൊട്ടേഷൻ എന്താ? മൈനസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 2. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു എക്സ് റൈസ് ടു മൈനസ് 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു മൈനസ് 2 എന്താണ്? 2 into x raised to minus 3. That is equal to 2 divided by x raised to 3. Now അപ്പോൾ ഇത് 2 divided by x raised to 3ൽ നമ്മൾ x not equal to പോയിന്റ് എന്താണ്? given point is 1. അത് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ f double dash of 1 equal to 2 divided by 1 which is equal to
2. Now the third derivative f triple dash. So the third derivative of f of x equal to, ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്തേ, 2 ഇൻറ്റു ഇത് എക്സ് റൈസ് ടു മൈനസ് 3ക്ക് ഡെറിവേറ്റീവ് എന്താ, -3 ഇൻറ്റു എക്സ് റൈസ് ടു -3 മൈനസ് 1. That is minus 6 into x raised to minus 4. That means minus 6 by x raised to 4. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ എന്താവും, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു -6. നൗ ദ ഫോർത്ത് ഡെറിവേറ്റീവ് ആകുമ്പോൾ ഇതിനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുക. ദ ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -6 ഇൻറ്റു വീണ്ടും എന്താണ് എക്സ് റൈസ് ടു -4ൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് -4 ഇൻറ്റു എക്സ് റൈസ് ടു -4 മൈനസ് 1. അപ്പോൾ -6 ഇൻറ്റു -4 is +24 into x raised to -4, which is equal to 24 divided by x raised to 4. So on applying x equal to 1, you will get the fourth derivative is equal to 24. അതിനുശേഷം ഫോർമുല എഴുതുക. ഫോർമുലയ്ക്ക് പ്രത്യേകം മാർക്കുണ്ട്. സോ എഴുതുമ്പോൾ ഫോർമുല തീർച്ചയായിട്ടും എഴുതുക. സോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എക്സെട്ര എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് നമ്മളിവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, 1 മൈനസ് അടുത്ത ടേം, അതായത് അടുത്ത ടേം എഫ് ഡബിൾ ഡാഷ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എന്താണ്, -1. റിമെമ്പർ ദാറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് ഓഫ് 1 by 1 factorial into x minus 1 plus f double dash of 1 by 2 factorial into x minus 1 the whole square plus etc. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഡബിൾ ഡാഷ് എന്താണ് ആൻസർ, 2 by 2 factorial into x minus 1 the whole square. Now minus അടുത്ത ടേം -6, അപ്പോൾ -6 by 3 factorial into x minus 1 the whole cube. അടുത്ത term 24 by 4 factorial into x minus 1 the whole raised to 4. ഇപ്പോൾ 3 factorial എന്നുകൊണ്ട് 3 factorial എന്ന് പറയുമ്പോൾ 3 into 2 into 1, അതായത് 3 factorial എന്ന് പറയുമ്പോൾ 6 തന്നെയാണ്. ഇനി 4 factorial എന്ന് പറയുമ്പോൾ എത്ര, 4 into 3 into 2 into 1, that is equal to, answer is 4 into 3 into 2 into 1 ആകുമ്പോൾ answer is 24. സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ആവുന്ന ടേംസ് 2 ക്യാൻസൽ ആവുന്നുണ്ട്, 6ഉം 3 ഫാക്ടോറിയലും ക്യാൻസൽ ആവുന്നുണ്ട്, 24ഉം 4 ഫാക്ടോറിയലും ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ടേംസ് 1 മൈനസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1 ദ ഹോൾ റൈസ് ടു 4 മൈനസ് എക്സെട്ര. ഇതാണ് ടൈലർ സീരീസിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1/x. അപ്പോൾ 1/xൻ്റെ സീരീസ് എക്സ്പാൻഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഫോർമുല. സോ നൗ വി ഷൽ ഡു ദ സെക്കൻഡ് പ്രോബ്ലം. The second question is find the Taylor series for log x. അപ്പോൾ ഈ പ്രോബ്ലത്തിനും കഴിഞ്ഞ പ്രോബ്ലത്തിനും ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇവിടെ എടുത്തിരിക്കുന്ന പോയിന്റ്, അവിടെ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് എടുത്തു, ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു 2 എന്നായിരിക്കണം എടുക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എൽ എൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലോഗ് എക്സ് തന്നെയാണ്. അതായത് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് 1/x. ഇനി 1/xൽ നമ്മൾ എക്സ് നോട്ടിൻ്റെ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട്, അതായത് എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എന്താണ്, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2 ഈക്വൽ ടു ലോഗ് 2. നൗ എഫ് ഡാഷ് ഓഫ് 2 ഈക്വൽ ടു 1/2 ആയിരിക്കും. അടുത്തത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്, ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ, -1/x². അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1/2² ആകുമ്പോൾ എത്ര, -1/4. ഇനി തേർഡ് ഡെറിവേറ്റീവ് 2/x³, ദാറ്റ് ഈസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/2³. അപ്പോൾ അതിലൊരു 2 ക്യാൻസൽ ആവുന്നുണ്ട്, ആൻസർ ഇസ് ഈക്വൽ ടു 1/4.
Now, a fourth derivative of x is equal to 2 into fourth derivative എന്താണ് minus 6 by x raised to 4. Therefore, the fourth derivative is minus 6 by 2 raised to 4 എന്ന് പറയുമ്പോൾ എത്ര? The answer 2 raised to 4 ആവുമ്പോൾ 2 into 2 into 2 into multiply 2 4 times. So, 2 into 2 4, 4 into 2 8, 8 into 2 16. So, minus 6 by 16. അപ്പോൾ ഇതിൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 into 3 ആണ് 6. അപ്പോൾ 3 times. ഇവിടെ 2 into 8 ആണ് 16. അപ്പോൾ 8 times. So, answer is minus 3 by 8. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോർമുല അങ്ങോട്ട് എഴുതുക. ടൈലർ സീരീസിൻ്റെ ഫോർമുല എഴുതിയതിന് ശേഷം ഇതിൻ്റെ വാല്യൂസ് ഓരോന്നായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ആൻസേഴ്സ്, അതായത് ഈ ആൻസേഴ്സ് മുഴുവനും എടുത്ത് ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു വിൽ ഗെറ്റ് ആൻസർ ആസ് first one f of x naught. What is f of x naught? അതായത് f of 2. That means log 2 plus f dash of x naught, that is 1 by 2 divided by 1 factorial into x minus x naught. അപ്പോൾ x minus 2 minus plus അടുത്ത ടേം എന്താണ്? f double dash of x naught by 2 factorial. f double dash നമ്മുടെ ആൻസർ എന്താണ്? minus 1 by 4 into x minus 2 the whole square. അടുത്ത ടേം, ഇനി അടുത്ത ടേം വരുന്നത് f triple dash. അപ്പോൾ 1 by 4 by 3 factorial into x minus 2 the whole cube. Last term minus 3 by 8 by 4 factorial into x minus 2 the whole raised to 4. That is simplify ചെയ്യുക. അതായത് ഫ്രാക്ഷൻസ് എല്ലാം ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്തായിരിക്കും വരിക? log 2 plus 1 by 2 into 1 factorial എന്താ? 2. So 1 by 2 into x minus 2. അതിനുശേഷം 1 by 4 into 2 factorial. അതായത് 1 by 4 divided by 2 factorial can be written as 1 by 4 into 2 factorial. That is 1 by 8. ഇനി 1 by 4 into 3 factorial. അപ്പോൾ 1 by 4 into 6. 3 factorial equal to എത്ര? 6 ആണ്. അപ്പോൾ 1 by 4 into 6 24 into x minus 2 the whole cube minus ഇവിടെ ഇതിൻ്റെ ആൻസർ മൈനസ് ഇവിടെ 4 factorial എന്ന് പറയുമ്പോൾ 24. So 3 by 8 into 24 ആകുമ്പോൾ 192 the whole into x minus 2 the whole raised to 4 plus etc. is the required Taylor series. Now, see the next question. It is also a very easy question. f of x in the function e raised to x ആണ്. at the point x naught is equal to 4 ആണ് തന്നിരിക്കുന്നത്. f of x എന്താണ്? e raised to x. അപ്പോൾ f of x naught that is equal to f of 4 which is equal to e raised to 4. ഇനി f dash of x naught എന്താണ്? f of x ൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിലും ശരി, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിലും ശരി, തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിലും ശരി, the function will be e raised to x തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഫസ്റ്റ് ഡെറിവേറ്റീവിലും എക്സ് നോട്ട് എന്ന പോയിന്റ് 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു വിൽ ഗെറ്റ് ആൻ ആൻസർ എഫ് ഡാഷ് ഓഫ് 4 ഈക്വൽ ടു ഇ റൈസ് ടു 4. എന്നിട്ട് എന്താ പറയുക? അടുത്ത ടേം എഫ് ഡബിൾ ഡാഷ് ഓഫ് 4 ഈക്വൽ ടു വീണ്ടും ഇ റൈസ് ടു 4. അങ്ങനെ എല്ലാ വാല്യൂസും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഫോർമുല എഴുതുക. നമ്മുടെ ഫോർമുല എഴുതിയതിന് ശേഷം അതിലോട്ട് ഈ വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം എന്താ വരിക? ഇ റൈസ് ടു 4 പ്ലസ് ഇ റൈസ് ടു 4 by 1 factorial into x minus 4 plus e raised to 4 by 3 factorial into x minus 4 the whole square plus e raised to 4 by 3 factorial 2 factorial ഇവിടെ അടുത്തത് 3 factorial plus etc. ഇടുക. ഇനി വേണമെങ്കിൽ ഇത് ഫർദറായിട്ട് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇതിലെല്ലാം ഒരു e raised to 4 കോമൺ ആയിട്ടുണ്ട്. യു ക്യാൻ ടേക്ക് ഔട്ട്സൈഡ് ഓൾസോ. നോ നീഡ് ഓഫ് ദാറ്റ് കാൽക്കുലേഷൻസ്. ഇത് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ഇത്രയും തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. Now, there is one more question. Find the Taylor series for f of x equal to x cube minus 10x square plus 6. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് എ പോളിനോമിയൽ. അപ്പോൾ അതും ഈ ഒരു പോളിനോമിയൽ എന്താണ്? ഇറ്റ് ഈസ് എ ഫൈനൈറ്റ്. അപ്പോൾ നമ്മുടെ ടൈലർ സീരീസ് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കുമല്ലോ. കാരണം ടൈലർ സീരീസ് ഉണ്ടാവില്ല. യു വിൽ ബി ഗെറ്റിംഗ് എ ടൈലേഴ്സ് പോളിനോമിയൽ ആയിരിക്കും വരുന്നത്. കാരണം സീരീസ് എന്ന് പറയുമ്പോൾ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ വരണ്ടേ? നമുക്ക് ഇൻഫിനിറ്റി വരെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആൻസേഴ്സ് എല്ലാം ബാക്കിയുള്ള ആൻസേഴ്സ് എല്ലാം 0 ആയിരിക്കും. കാരണം തേർഡ് ഡിഗ്രി പവറാണ് ഇവിടെ വരുന്നത്, എക്സ് റൈസ് ടു 3. അപ്പോൾ നമുക്ക്
തേർഡ് ഡിഗ്രി ഫോർത്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 10x² പ്ലസ് 6. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്താണ് ആൻസർ? എ ഗിവൺ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 3. Now substitute x not equal to 3, you will get 3 cube minus 10 into 3 square 9 plus 6. അപ്പോൾ 3 cube minus 10 into 9 plus 6 ആകുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, അതായത് 3 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ദ ആൻസർ ഇസ് 27 minus 90 plus 6, that is equal to minus 57. Now f dash എന്ന് പറയുമ്പോൾ ഇതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 10 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ 10 ഇൻറ്റു 2 എത്ര? 20x പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എന്താണ്? 0. എപ്പോഴും ഓർക്കുക, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 3x². നൗ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 2x. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈക്വൽ ടു 0. അതിൽ c എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് 0. നൗ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അടുത്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം അതിലോട്ട് വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയർ, 3 സ്ക്വയർ ദാറ്റ് ഇസ് 9 മൈനസ് 20 ഇൻറ്റു 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 27 മൈനസ് 60 ഈക്വൽ ടു മൈനസ് 33. നൗ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ്. അപ്പോൾ 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x. അപ്പോൾ 3 ഇൻറ്റു 2 എത്ര? 6x മൈനസ് 20x. ഇവിടെ മൈനസ് 20x. അതിനുശേഷം ഈ വാല്യൂസിലോട്ട്, അതായത് ഇതിലോട്ട് നമ്മൾ എക്സ് ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 6 ഇൻറ്റു 3 മൈനസ് 20. അപ്പോൾ 18 മൈനസ് 20 ഈക്വൽ ടു മൈനസ് 2. നൗ ഇനി അടുത്ത ഡെറിവേറ്റീവ് എടുക്കുക. തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 1 മൈനസ് 20 കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതിലോട്ട് തേർഡ് ഡെറിവേറ്റീവിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എക്സ് ഇല്ല. സോ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 3 ഈക്വൽ ടു 6. നൗ ഫോർത്ത് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 6ൻ്റെ ഡെറിവേറ്റീവ്, അതായത് കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് എന്താണ്? 0. സോ എഫ് ദ ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് 3 ഇസ് ഈക്വൽ to 0. Hence the Taylor series f of x equal to f of x naught plus f dash of x naught by 1 factorial into x minus x naught plus f double dash of x naught by 2 factorial into x minus x naught the whole square. അതേപോലെ തേർഡ് ഡെറിവേറ്റീവ് ഫോർത്ത് ഡെറിവേറ്റീവ്. പിന്നെ അത് കഴിഞ്ഞുള്ള ടേംസ് ഉണ്ടോ? ഇല്ല, കാരണം ഫോർത്ത് ഡെറിവേറ്റീവ് തന്നെ 0 ആണ്. സി ദ ഫോർത്ത് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫിഫ്ത്ത് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. സിക്സ്ത് ഡെറിവേറ്റീവ് 0. അതേപോലെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ബാക്കി എല്ലാ ടേംസും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് ഈ ആൻസർ നമ്മുടെ ആൻസറിനെ ഇതുവരെ വെച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ 4 ടേംസ് നമ്മുടെ ആൻസറിലുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് നോട്ട് ദാറ്റ് ഇസ് മൈനസ് 57 മൈനസ് 33 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു എത്ര? 3 minus 2 by 2 factorial into x minus 3 the whole square plus 6 by 3 factorial into x minus 3 the whole cube. അടുത്ത ടേം ഫോർത്ത് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഈ ടേം 0 ആണ്. ബാക്കി വരുന്ന ആൻസർ എന്താ? ഇതിൽ 2 ക്യാൻസൽ ആവുന്നുണ്ട്, 6ഉം 3 ഫാക്ടോറിയലും ക്യാൻസൽ ആവുന്നുണ്ട്. സോ മൈനസ് 57 മൈനസ് 33 ഇൻറ്റു എക്സ് മൈനസ് 3 മൈനസ് എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 3 ദ ഹോൾ ക്യൂബ് ഈസ് ദ റിക്വയർഡ് ആൻസർ. സോ ഇതിൽ നമ്മൾ ഒരു ഫൈനൈറ്റ് പോളിനോമിയൽ തന്നപ്പോൾ നമ്മുടെ ടൈലർ സീരീസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആൻസർ ആണ്. സോ ഇഫ് സം കേസസ്, അതായത് ഈ റൈസ് ടു എക്സ് സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ് ഈ കാറ്റഗറിയിലൊക്കെ വരുന്ന ഫംഗ്ഷൻസിന് ഇൻഫിനൈറ്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ hope you could have understood this video. If you have any doubts, please comment in the comment section. Thank you.